ഹിന്ദി സിനിമയിലെ ഒരു വലിയ ലെജൻഡായ സുഭാഷ് ഘൈ നാനാ പടേക്കറിനെ വെച്ചിട്ട് ഒരു ഓഫ് ബീറ്റ് ലെവലുള്ള ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു. അതൊരു ഒരു ഒരു രാവണനെയൊക്കെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആൻറ്റി ഹീറോ സബ്ജക്റ്റ്. പക്ഷേ അതിൻ്റെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഡയറക്ഷൻ അല്ലെങ്കിൽ അസിസ്റ്റൻസ് ടീമിൽ പെട്ട അവർ പറയുന്നു ഇതൊരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് പറ്റിയ ഒരു സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹം അതൊരു കമേഴ്ഷ്യൽ രീതിയിലോട്ടുള്ള ഒരു സ്ക്രിപ്റ്റായിട്ട് മാറ്റുന്നു. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി വന്നു കഴിഞ്ഞപ്പോൾ അതിലൊരു ഒരു ആൻറ്റി ഹീറോ, പിന്നെ ഒരു പോലീസ് ഓഫീസറുടെ ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു 2 ക്യാരക്ടേഴ്സൊക്കെ ഡെവലപ്പായിട്ട് വരുന്നു, ഒരു നായിക വരുന്നു. അപ്പോൾ അതിൽ ആ പോലീസ് ഓഫീസറുടെ ക്യാരക്ടറിന് ആദ്യം തന്നെ അദ്ദേഹം ജാക്കി ഷറഫിനെ ഫിക്സ് ചെയ്തു. അതിൽ വേറൊരു ഓപ്ഷനൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ലായിരുന്നു. പിന്നെ മറ്റേ നായകൻ ആര് എന്നുള്ള ഒരു ആലോചനയൊക്കെ അദ്ദേഹം അദ്ദേഹത്തെ മനസ്സിലാക്കുന്ന കുറേ ആലോചനയൊക്കെ വന്ന് ആരൊക്കെ വേണം എന്നൊക്കെ രീതിയിൽ കുറേ അദ്ദേഹം ആലോചിച്ചു. അന്ന് ഇങ്ങനെ ഒരു കഥയൊക്കെ ഇദ്ദേഹം എഴുതുന്നു എന്നൊക്കെ അറിഞ്ഞ് അനിൽ കപൂറിന് ആ ഒരു സിനിമ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അനിൽ കപൂർ പറഞ്ഞു അതിലാണ് നായക വേഷം, ഞാൻ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അനിൽ കപൂറിൻ്റെ അന്നത്തെ ഒരു ഇമേജും അനിൽ കപൂറിൻ്റെ ലുക്സൊക്കെ വെച്ചിട്ട് സുഭാഷ് ഘൈ അനിൽ കപൂർ ആപ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് അനിൽ കപൂറിനെ മാറ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത് സഞ്ജയ് ദത്താണ്. കാരണം അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട് ആ റോളിലെ ഒരു നായകൻ്റെ കണ്ണുകൾ, എനിക്ക് സഞ്ജയ് ദത്തിൻ്റെ കണ്ണുകളാണ് ആ ഒരു സിനിമയിൽ സഞ്ജയ് ദത്തിൻ്റെ ക്യാരക്ടറെ അല്ലെങ്കിൽ സഞ്ജയ് ദത്തിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞത്.